ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ടോപ്പിക് മുട്ടിൻ്റെ ലിഗ്മെൻറ്റ് ഇഞ്ചുറിനെ പറ്റിയാണ്. സ്പെസിഫിക്കലി ACL, ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗ്മെൻറ്റ്. നമുക്ക് അറിയാം, നമ്മൾ നീ ജോയിൻറ്റ് ഇങ്ങനെ മടങ്ങും നൂർത്തിൻ്റെ ഒരു ജോയിൻറ്റാണ്. മുമ്പിലേക്കും അല്ലെങ്കിൽ ബാക്കിലേക്ക് പോകാൻ പാടില്ല, സൈഡ് ടു സൈഡ് ആക്ഷനും ഇല്ല. ACL പറഞ്ഞ ലിഗ്മെൻറ്റ് പോയാൽ നമ്മളെ താഴത്തെ എല്ല് മുമ്പിലേക്ക് പോകാൻ തുടങ്ങും. സോ നടക്കുമ്പോൾ എന്താ പറ്റുക, ഇതിങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. ഒരയുമേ ഡാമേജ് കൂടിക്കൊണ്ടിരിക്കും, തേയ്മാനങ്ങൾ വരാൻ തുടങ്ങും ജോയിൻറ്റിൽ. സോ ഒരു ACL, ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗ്മെൻറ്റ് ഇഞ്ചുറി വന്നാൽ ട്രീറ്റ്മെൻറ്റ് എന്തായാലും ഉറപ്പാണ്. പെട്ടെന്ന് സ്റ്റെയർ ഇറങ്ങാൻ പറ്റില്ല, സ്ലിപ്പാവും. പെട്ടെന്ന് ഓടിയാൽ, ഫോർ എക്സാമ്പിൾ ബസ് വന്നിട്ട് പെട്ടെന്ന് ഓടിയാൽ സ്ലിപ്പാവും. സോ ACL ഇഞ്ചുറി പേഷ്യൻ്റ് വീഴാൻ നല്ല സാധ്യതയുണ്ട്. നൗ യൂഷ്വലി ഇതിൻ്റെ ഏജ് അനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് പോവുക. കുറച്ച് ഏജുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ഈ ലിഗ്മെൻറ്റ് പൊട്ടിയാൽ നമ്മൾ സർജറി ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഓൾറെഡി തേയ്മാനങ്ങളുണ്ട് ജോയിൻറ്റിൽ. ഒരു തേയ്മാനമുള്ള ജോയിൻറ്റിൽ ലിഗ്മെൻറ്റ് ശരിയാക്കിയാൽ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഇല്ല. സോ ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, മുമ്പിലേക്ക് പോവാതിരിക്കാൻ ബാക്ക് മസിൽസ് നമ്മൾ സ്ട്രോങ് ആക്കും. സോ ഹാംസ്ട്രിങ്സ് പറഞ്ഞ മസിലുണ്ട്, നമ്മൾ ലെഗ് ബോൺ, നമ്മൾ താഴത്തെ എല്ലിൽ പിടിപ്പിക്കുന്ന മസിൽസാണ്. അത് സ്ട്രോങ് ആക്കിയാൽ മുമ്പിലേക്ക് പോകുന്ന പകരം അത് ബാക്കിലേക്ക് പോകും. യൂഷ്വലി പ്രായമുള്ള ആൾക്കാർക്ക്, കുറച്ച് ഏജുള്ള ആൾക്കാർക്ക്, ആക്ടിവിറ്റി കുറഞ്ഞ ആൾക്കാർക്ക് ഇത് മതിയാവും, പ്രോബ്ലംസ് ഉണ്ടാവാറില്ല. ബട്ട് കുറച്ച് ആക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ ആ ലിഗ്മെൻറ്റ് നമ്മൾ റീകൺസ്ട്രക്റ്റ് ചെയ്യണം. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. താങ്ക് യു.